എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. കാരണം കഴിഞ്ഞ 7 ദിവസമായി വിഷ്ണുവിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരുന്നു. പല ഇടങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോഴിതാ വിഷ്ണുവിനെ കണ്ടെത്തിയെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വിഷ്ണുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. കുടുംബം തന്നെയാണ് വിഷ്ണുവിനെ കണ്ടെത്തിയതെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം വടകര പോലീസ് ഇന്നലെ മുതൽ ഈ മംഗലാപുരം, ബാംഗ്ലൂരു ഭാഗങ്ങളിലും എല്ലാം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. കാരണം വിഷ്ണുവിന്റെ അവസാന ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നത് കാസർഗോഡ് ബേക്കലിലായിരുന്നു. ആ രീതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഭീഷണി ഭയന്ന് വിഷ്ണു മാറി നിന്നു എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. കാരണം കുടുംബം സൂചിപ്പിച്ച പോലെ ലോൺ ആപ്പിൽ നിന്നും വിഷ്ണു ലോൺ എടുത്തിരുന്നു. ആ തുക തിരിച്ചടയ്ക്കാൻ പറ്റാത്തതോടെ വലിയ രീതിയിലുള്ള ഭീഷണി വിഷ്ണുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കടബാധ്യത വിഷ്ണുവിന് ഉണ്ടായിരുന്നു എന്ന് പോലീസും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഭയന്നുകൊണ്ടായിരിക്കണം വിഷ്ണു മാറി നിന്നത് എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളെല്ലാം ഇനി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ വ്യക്തമാകൂ. എന്തായാലും ഉടൻ തന്നെ ഈ വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ, വടകര സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങളെല്ലാം അറിയാൻ കഴിയുക. എന്തായാലും നിലവിൽ ഇപ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലായിരുന്നു കുടുംബം എല്ലാം ഉണ്ടായിരുന്നത്. വിഷ്ണു എവിടെ പോയെന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ 7 ദിവസമായി ആ കുടുംബം വളരെ വലിയൊരു മാനസികാവസ്ഥയിലായിരുന്നു. എന്തായാലും വിഷ്ണുവിനെ കണ്ടെത്തിയതോടെ ആ കാര്യത്തിൽ വളരെ ആശ്വാസകരമായി. എന്നാലും എന്താണ് വിഷ്ണു ഇങ്ങനെ നാടുവിടാനുണ്ടായ സാഹചര്യം, എന്ത് ഭയന്നാണ് പോയത്, തുടർന്നുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്.